ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്നറിയാം. ഇത് നമുക്ക് നമ്മളെ വീട്ടുവളപ്പിലുള്ള കുറച്ച് ഔഷധ ചെടികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മൾ കുറച്ച് നട്ടുവളർത്തിയ ഔഷധ ചെടികളുണ്ട്, അതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഇത് വേപ്പിലയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തനിയെ ഉണ്ടായിട്ടില്ല കുറച്ച് ഔഷധ ചെടികൾ കാണാം. ഇതിപ്പം കുറച്ച് വലിയ മരമായിട്ടുണ്ട് കേട്ടോ, വേപ്പിന്റെ മരം. ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇത് അണുബാധകൾ തടയാനും ചർമ്മ പ്രശ്നങ്ങൾക്കും മുറിവുകൾ വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ടും വായിന്റെയും മുടിന്റെയും ആരോഗ്യത്തിനെല്ലാം ഇത് നല്ലതാണ്. ഇത് പിന്നെ കൃഷിക്കും നല്ലതാണ്. അതായത് ഇത് വേപ്പെണ്ണയായിട്ടും വേപ്പും പിണ്ണാക്കായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ. ഇത് പിന്നെ എല്ലാ വീട്ടിലും കാണുകയും ചെയ്യുന്നുണ്ടാവും, എല്ലാ വീട്ടിലും ദിവസം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പിലേന്റെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂല, എന്നാലും ഞാൻ പറയാം. ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും പിന്നെ ഹൃദയാരോഗ്യത്തിനെല്ലാം ഇത് നല്ലതാണ്. അതുപോലെ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് ഉള്ളതുകൊണ്ട് കോശങ്ങളെ സംരക്ഷിക്കാനെല്ലാം ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് മുടിക്ക് നല്ലതാണ്. മുടിക്ക് എണ്ണ കാച്ചൂലേ, എണ്ണ കാച്ചുന്നവരാണെങ്കിൽ ആ എണ്ണ കാച്ചുന്നതിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ മുടിക്കെല്ലാം ഇത് നല്ലതാണ് കേട്ടാ. ഇതെന്നാന്ന് മനസ്സിലായ, ഇതാണ് പനിക്കൂർക്ക കേട്ടാ. പനിക്കൂർക്ക ചുമ, ജലദോഷം, തൊണ്ടവേദനക്കൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് പനിയുള്ള സമയം ഒരു കട്ടൻ ചായ വെക്കുമ്പം ആ കട്ടൻ ചായയിൽ ഇതിന്റെ ഒരു ഇല ഇട്ടിട്ട് കുടിച്ചാൽ കുറച്ചും കൂടി നമുക്ക് നല്ലതാണ്, നല്ലൊരു ആശ്വാസമെല്ലാം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് ദഹനം മെച്ചപ്പെടുത്താനെല്ലാം നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടാ. ഈ കാണുന്നത് എന്നാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരൂലല്ല. ഇതാണ് തുളസി. അത് അധിക വീട്ടിലും ഉണ്ടാവലുണ്ട്, ഇപ്പുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും വീട്ടിലെ എല്ലാ വീട്ടിലും ഒരു വീട്ടിൽ എന്തായാലും ഒരു തുളസിയെങ്കിലും എന്തായാലും കാണും. തുളസി പനിക്കൂർക്ക പോലെ തന്നെ ചുമ, ജലദോഷം, തൊണ്ടവേദനക്കെല്ലാം നല്ലതാണ്. പിന്നെ ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും ദഹനത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാന് പിന്നെ ശ്വാസകോശ ആരോഗ്യത്തിനെല്ലാം നല്ലതാന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ പനിയെല്ലാം ഉള്ള സമയം കട്ടൻ ചായയിൽ ഒന്നിക്കിൽ തുളസി അല്ലെ പനിക്കൂർക്കയിൽ ഇട്ടിട്ടാണ് കുടിക്കല്. അപ്പൊ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. ഈ കാണുന്നത് എന്നാന്ന് മനസ്സിലായ, ഈ സാധനങ്ങൾ ദിവസവും എന്തായാലും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ കറിയെല്ലാം വെക്കുമ്പോൾ ഒരു നുള്ളി മഞ്ഞപ്പൊടി ഇടാത്ത ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ കാണുന്നത് മഞ്ഞളിന്റെ ചെടിയാണ് കേട്ടാ. ഈ മഞ്ഞള് അത്രയും നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടാ. ഇത് ഹൃദയാരോഗ്യത്തിനും ദഹനത്തിന്, സന്ധിവേദനയ്ക്ക്, അതേപോലെ വീക്കം കുറക്കുന്നതിനെല്ലാം നല്ലതാണ്. പിന്നെ ഇതിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളിൽ ഉള്ളതിനാൽ ചെറിയ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇതാ ഈ കാണുന്നത് കറ്റാർ വാഴയാണ് കേട്ടാ. കറ്റാർ വാഴ മുടിക്കും ചർമ്മത്തിനും നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. നമ്മളിവിടെ മുടിക്കേക്കാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചലുണ്ട്. അപ്പൊ ആ എണ്ണ കാച്ചുന്നതിൽ നമ്മൾ ഇതിന്റെ ഒരു കഷ്ണം ഇടും. അതായത് ഇത് മുടിക്ക് നല്ല തണുപ്പും നൽകും, താരനെല്ലാം ഉണ്ടെങ്കിൽ അത് പോവാനെല്ലാം സഹായിക്കുകയും ചെയ്യും കേട്ടാ. പിന്നെ ഇതിൽ ആന്റി ഓക്സിഡന്റുകളെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും കണ്ടത് നമ്മളെ വീട്ടില് നമ്മൾ നട്ടുപിടിപ്പിച്ച ഔഷധ ചെടികളാണ്. ഇത് നമുക്ക് വീട്ടില് തനിയെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഔഷധ ചെടികൾ കാണാം കേട്ടാ. ഇത് ഈ കാണുന്നതില്ലേ നമ്മളെ തുമ്പപ്പൂവാന്ന് കേട്ടാ. പണ്ട് അധിക വീട്ടിൽ ഈ തുമ്പപ്പൂ ഉണ്ടാവലുണ്ടായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മളെ വീട്ടുവളപ്പിലായാലും ഇത് കാണുന്നത് കുറവാന്ന് കേട്ടാ. പണ്ട് ഒരുപാട് ഉണ്ടാവലുണ്ട്. അത് നമ്മൾ ഓണത്തിന്റെ സമയം പറിച്ച് പൂവിടുവാക്കുകയെല്ലാം ചെയ്യലുണ്ട് കേട്ടാ. ഈ തുമ്പപ്പൂവില്ലേ പനിക്കൂർക്ക പോലെ തന്നെ ചുമ, ജലദോഷത്തിനെല്ലാം നല്ലതാണ്. പിന്നെ കൊതുക്, ചെറിയ പ്രാണികളും വരാണ്ടിരിക്കാനെല്ലാം ഇത് ഉപയോഗിക്കലുണ്ട്. നമ്മൾ ഇവിടെ ആയാലും പുകയിടുവല്ല കൊതുക് വരാണ്ടിരിക്കാൻ. ആ പുകയിടുന്നതിൽ ഇത് പറിച്ചിട്ട് ഇടലുണ്ട്. അപ്പൊ കൊതുക് വരുന്നത് കുറച്ചും കുറയെല്ലാം ചെയ്യലുണ്ട്. പിന്നെ പണ്ടില്ലവർ ഇതിന്റെ ഇല പറിച്ച് തിളപ്പിച്ചിട്ട് കഷായമായിട്ട് ഉപയോഗിക്കലെല്ലാം ഉണ്ട് കേട്ടാ. ഇതാ ഈ കാണുന്നതാണ് കേട്ടാ കീഴാർ നെല്ലി. ഇതിന്റെ അടിയിൽ നെല്ലിക്ക പോലത്തെ ഒരു ചെറിയ സാധനം ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇതിനെ കീഴാർ നെല്ലി എന്ന് വിളിക്കുന്നുണ്ടാവും കേട്ടാ. പിന്നെ ഇത് കരളിന്, മഞ്ഞപ്പിത്തത്തിന്, വൃക്കയിലുണ്ടാകുന്ന ചെറിയ കല്ലെല്ലാം കുറക്കുന്നതിനെല്ലാം നല്ലതാന്ന് പറയലുണ്ട് കേട്ടാ. ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടാ പണ്ട്. പിന്നെ മുടിക്ക് നമ്മൾ എണ്ണ കാച്ചലുണ്ട് ഞാൻ പറഞ്ഞില്ലേ. ആ എണ്ണ കാച്ചുമ്പോൾ നമ്മളിത് അതിൽ ഉപയോഗിക്കലുണ്ട്. ഈ കീഴാർനെല്ലിയില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതാ ഈ കാണുന്നതാണ് കീഴാർനെല്ലിന്റെ ഇല വരുന്നത് കേട്ടാ. ഇതിന്റെ ഈ കീഴാർനെല്ലിന്റെ ഇലയില്ലേ നീളത്തിലില്ല, അതിന്റെ അടിയിൽ ഇതേപോലെ നെല്ലിക്ക കണക്കത്തെ ചെറിയ ചെറിയ സാധനം ഉണ്ട് കേട്ടാ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും ഇതിനെ കീഴാർനെല്ലി എന്ന് പറയുന്നുണ്ടാവുക. ചിലപ്പോൾ ആയിരിക്കാം, എനിക്ക് ശരിക്കും അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടാ. ഈ കാണുന്ന ചെടിയാണ് നമ്മളെ മുക്കുറ്റി കേട്ടാ.
ഈ മുക്കുറ്റിക്ക് ചെറിയ മഞ്ഞപ്പൂവെല്ലാം ഉണ്ടാവലുണ്ട് കേട്ടാ. ഈ മുക്കുറ്റി മുറിവുകൾ ഉണക്കാനും വീക്കം കുറയ്ക്കാനെല്ലാം നല്ലതാണ് കേട്ടാ. പിന്നെ നാട്ടുവൈദ്യത്തിൽ ഇത് ചെറിയ വേദനക്കെല്ലാം ഉപയോഗിക്കലുണ്ട് കേട്ടാ. പിന്നെ ഇതിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടാ. ഈ കാണുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന നമ്മളെ 10ാമത്തെ ലാസ്റ്റത്തെ ഔഷധ ചെടി. നിങ്ങൾ എണ്ണീനൊന്നും അറിയില്ല, ഇത് നമ്മളെ 10ാമത്തെ ഔഷധ ചെടീനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന്റെ വേരും ഇലയും വിത്തും എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കലുണ്ട് കേട്ടാ. ഇതിന്റെ പ്രധാന ഗുണം എന്താന്ന് വെച്ചാല് ശരീരബലം വർദ്ധിപ്പിക്കാനും സന്ധിവേദനക്ക്, പേശിവേദനക്ക്, വീക്കം കുറയ്ക്കാൻ, മുറിവുകൾ ഉണക്കാൻ എല്ലാം ഇത് നല്ലതാണ്. ഇതിന്റെ ചപ്പും ഇലയും വിത്തും എല്ലാം എടുക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത. അപ്പൊ നമ്മൾ ഇന്ന് 10 ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.